ഈ ജനറേഷനിലെ പെൺകുട്ടികളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന വലിയൊരു മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിരുന്ന ഹിജാബ് ഇന്നിപ്പോൾ പല കുട്ടികൾക്കും ജസ്റ്റ് ഓപ്ഷണൽ മാത്രമാണ്. പലരും ചോദിക്കലുണ്ട്, മുടി കാണിച്ചാൽ ഇപ്പം എന്താ ഇത്ര കുഴപ്പം, അതൊരു ഫ്രീഡം അല്ലേ എന്ന്. ശരിയാണ്, ഫ്രീഡം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. പക്ഷേ റിയൽ ഫ്രീഡം എന്നത് ലോകം തീരുമാനിക്കുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡുകൾക്ക് പിന്നാലെ അടിമപ്പെട്ട് ഓടുന്നതല്ല, മറിച്ച് മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് നിങ്ങളെ അളക്കാൻ വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലാണ്. ഈ ഫാഷൻ ഇൻഡസ്ട്രി നിങ്ങളെ കൊണ്ട് മുടി അയച്ചിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അടങ്ങാത്ത താല്പര്യമുള്ളതുകൊണ്ടൊന്നുമല്ല. നിങ്ങളൊരു കൺസ്യൂമറാക്കി മാറ്റുകയാണ് അവർ. നമ്മുടെ സൊസൈറ്റി ഫ്രീഡത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പെണ്ണിനൊരു വിഷ്വൽ കണ്ടൻ്റാക്കി മാറ്റുകയാണ്. പാവം പെണ്ണുങ്ങളെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞവരാണെങ്കിലോ പൈശാചികമായിട്ടുള്ള സുഖത്തിൽ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മളെയൊക്കെ വിചാരം എല്ലാം അങ്ങോട്ട് തുറന്ന് കാണിക്കലാണ് ലിബറേഷൻ, ഫ്രീഡം എന്നുള്ളതാണ്. പക്ഷേ ബേസിക്കലി ഈ ലോകത്ത് ഡിമാൻഡുള്ള കാര്യങ്ങളെല്ലാം കവേർഡ് ആയിരിക്കും. വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈവസി കൂടും. യു ഡോണ്ട് സീ എ ഡയമണ്ട് കെപ്റ്റ് ഇൻ എ ഗ്ലാസ് ബോക്സ് ഓൺ ദ സ്ട്രീറ്റ്, റൈറ്റ്? നിങ്ങളെ പടച്ച റബ്ബും നിങ്ങളോട് ആ കരുതലേ കാണിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ പെണ്ണുങ്ങളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് അറ്റൻഷനിലാണ്. നിങ്ങളുടെ സൗന്ദര്യം എത്രത്തോളം നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു അത്രത്തോളം മറ്റുള്ളവരുടെ സ്ക്രീൻ ടൈം നിങ്ങൾ കൂട്ടുകയാണ്. ഇവിടെയൊക്കെ ഹിജാബ് ഇടുന്ന ഒരു പെൺകുട്ടി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ഹാക്കിംഗ് ദ സിസ്റ്റം. ഹിജാബ് ഇടുന്നത് ഒരു ആക്സസ് കൺട്രോളാണ്. എൻ്റെ ഭംഗി എൻ്റെ ഡാറ്റയാണ്, അത് ആർക്കൊക്കെ എപ്പം ആക്സസ് വേണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഈ മുടി ഇങ്ങനെ കാണിച്ചിട്ട് പാറി പറത്തിച്ച് നടക്കൽ വലിയ സംഭവമൊന്നുമല്ല. കാരണം എല്ലാ ആൾക്കാരും ഒരേപോലെ ചെയ്യുന്നത് ഒരിക്കലും വലിയ സംഭവമാവില്ല. അതിനെ കൺഫോമിറ്റി എന്നാണ് വിളിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ കൾച്ചറിന് വഴങ്ങിക്കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്.